ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് ചെറുപയർ എടുത്ത് വെച്ച് ഈ ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് ഞാനിത് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിനിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. കുതിർത്ത പയർ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മിനിമം 1 മണിക്കൂറാണ്. കൂടുതൽ കുതിർത്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇതൊന്ന് ചതച്ച് ചെറിയതായിട്ടുണ്ടാകും റവ പോകാത്ത പാകത്തിനാക്കിയെടുത്ത് വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിനി ബാക്കി കാണാം. പൊടിച്ച് വെച്ച പയറിലേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ക്യാരറ്റാണ് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ക്യാരറ്റ് ഉണ്ടാവും. ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു 4-5 ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കായംപൊടി, ഒരു അല്പം കായംപൊടി കൂടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എല്ലാം കൂടി ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ട് നുറുക്കി ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. ഇതിലേക്ക് ഒരല്പം പെരിഞ്ചീരകം കൂടി ഇട്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതുകൊണ്ടിട്ട് നമുക്കെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഉണ്ടോ? ഞാനിവിടെ ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് വെള്ളം പോയിട്ട് എണ്ണ ഒഴിക്കാം. പയർ കൊണ്ടുള്ള ഈ ചെറുപയർ കൊണ്ടുള്ള ഈ വട എല്ലാം ആയിക്കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ്. വലിയ ചിലവില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇട്ടുണ്ടാക്കാവുന്നതാണ്. ഇത് ആണ് നമ്മുടെ നുള്ളിവട. ഇതിൽ ഞാൻ ഒഴിച്ച എണ്ണ കണ്ടോ? അങ്ങനെ തന്നെയുണ്ട്. എണ്ണ അധികം ചിലവായിട്ടില്ല. എണ്ണ അങ്ങനെ തന്നെയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നേരം കൊണ്ട് തന്നെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.